പ്രതിപക്ഷ ഉപനേതൃപദവി തർക്കത്തിൽ സിപിഐഎം സിപിഐ പരസ്യപ്പോര് രൂക്ഷമാകുകയാണ്. സംസ്ഥാന നേതാക്കൾ പരസ്യമായ പോരിലേക്ക് കടന്നതോടെ വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും കാര്യങ്ങൾ കടക്കുന്നു. പദവിയിൽ പരസ്യപ്പോര്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കാര്യങ്ങൾ കടക്കുകയാണ് എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കൾ പോലും പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതോടുകൂടിയിട്ടാണ് കാര്യങ്ങൾ ആ തരത്തിലേക്ക് നീങ്ങുന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനന്റെ പ്രസ്താവനയ്ക്കെതിരെ CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ രംഗത്തെത്തി. നേതാക്കൾ പ്രസ്താവന നടത്തുമ്പോൾ പക്വത കാണിക്കണമെന്ന് N അരുൺ പറഞ്ഞു. 5000 വോട്ടുകൾ പോലും കിട്ടില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെ ഫേസ്ബുക്ക് കുറിപ്പുകൾ എഴുതും മുൻപ് ചരിത്രം പഠിക്കണമെന്നും N അരുണിന്റെ വിമർശനം. എന്നാൽ അതിനിടെ CPIക്കെതിരെ പരോക്ഷ വിമർശനവുമായി DYFIയും രംഗത്തെത്തി. ആപത്ത് കാലത്ത് വിലപേശുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി M വിജിൻ. ഇടതുപക്ഷ ഐക്യം എന്നത് മുന്നണിയിലെ വലിയ കക്ഷിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നും M വിജിൻ പറഞ്ഞു. എന്തായാലും ഇതിന്റെ എല്ലാ വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീം ആണ് നമുക്കൊപ്പം ചേരുന്നത്. റഹീം, പരസ്യ പോരിലേക്ക് കടന്നിരിക്കുന്നു. അതും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ, അതുപോലെ തന്നെ മുഖപ്രസംഗമൊക്കെ എഴുതിയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനു മുൻപ് നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ചർച്ച മാത്രമായിരുന്ന കാര്യം പരസ്യപ്പോരിലേക്ക് കടക്കുന്നതോടെ ഈ ഉപനേതൃ പദവിയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും അവസാനം M വിജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വാതി, പ്രധാനമായും ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട CPIയുടെയും CPIഎമ്മിന്റെയും നേതാക്കൾ തമ്മിൽ പരസ്പരം വാക്പോര് നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇത് ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം, അത് CPIയെ ആ നിലയ്ക്ക് തന്നെ ചൊടിപ്പിച്ചിരുന്നു. അത് ആ പ്രതികരണത്തിന് പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം പിണറായി വിജയനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നു. പിന്നീട് CPIഎമ്മിലെ തന്നെ നേതാക്കൾ ബിനോയ് വിശ്വത്തെ തള്ളുന്നു. അങ്ങനെ പരസ്പരം നേതാക്കൾ തമ്മിൽ പോരടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയുടെ CPIഎമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന CN മോഹനൻ ഒരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ എഴുതുന്നത്. ആ പ്രതികരണത്തിനെതിരെ ഇപ്പോൾ CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ ആ ഒരു പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഇതിൽ CN മോഹനൻ പറഞ്ഞത്, അതായത് ഈ മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 2 ലക്ഷം വോട്ടുകളൊക്കെ വരുന്ന മണ്ഡലങ്ങളിൽ 5000-ഓളം വോട്ടുകൾ പോലും നേടാൻ കഴിയാത്ത CPI എന്ന തരത്തിൽ ആ രീതിയിൽ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന CPIയെ പരോക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടായിരുന്നു CN മോഹനൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് വരുന്നത്. അദ്ദേഹം എഴുതിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: CPIഎം നേതാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് CPI നീക്കം നടത്തുന്നത്. ഇന്ന് വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി തങ്ങൾക്ക് വേണം എന്നുള്ളതാണ് CPI ആവശ്യപ്പെടുന്നതെന്നും മുന്നണിയിൽ സമ്മർദ്ദ തന്ത്രമാണ് CPI എന്ന പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ 2 ലക്ഷം വോട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു 5000 വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലം CPIക്കുണ്ട് എന്ന ചോദ്യം കൂടി, ആ ഒരു CPIയെ പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യം കൂടി CN മോഹനന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. കൂടാതെ DYFIയുടെ നേതാവും MLAയും കൂടിയായിട്ടുള്ള M വിജിനും ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് മല്ലന്റെയും മാധേവന്റെയും കഥ പങ്കുവെച്ചുകൊണ്ടാണ് വിജിൻ CPIക്കെതിരെ ഒരു വിമർശനം നടത്തിയത്. അതായത് ആപത്ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കുന്നവരാണ് സുഹൃത്ത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വിജിന്റെ ഭാഗത്തുണ്ടായാലും ആ വിഷയത്തിൽ CN മോഹനന്റെ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് N അരുണിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. റഹീം, എന്തായാലും ഈ വിഷയത്തിൽ വലിയ പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അബ്ദുൾ റഹീം നൽകിയത്.